ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് പിങ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും റിൻകോയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓർക്കിഡ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഞാനും ലത ചേച്ചി മോനും കൂടിയാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം. അപ്പം ചേച്ചിക്ക് ലോൺ എടുക്കാനാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില ഗാർഡൻസ് ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത്. ഈ ഓർക്കിഡ് ഷോപ്പൊന്നും അല്ലാതെ എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ അടിക്കടി ഇപ്പം വരുന്നുണ്ട്. ഈ പ്രാവശ്യം കളക്ഷൻസ് കുറവായിരുന്നു, ഉള്ളത് വലിയ പ്ലാന്റ്സും ആയിരുന്നു. അപ്പം ചേച്ചിക്ക് ആവശ്യമുള്ള കുറച്ച് പ്ലാന്റ്സ് ചേച്ചി വാങ്ങിച്ചു. ഞാൻ നടന്ന് സ്ഥലങ്ങളും പ്ലാന്റ്സൊക്കെ കണ്ടു. ഇങ്ങനെ കണ്ട് എനിക്കും ഓർക്കിഡിനോടൊരു ചായ്വുണ്ട്. എനിക്കും ഭാവിയിൽ ഒരു ചെറിയൊരു ഓർക്കിഡ് കളക്ഷനൊക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇതിൻ്റെ പേരുകൾ പോലും ഇപ്പോഴാണ് പഠിക്കുന്നത്. ഈ ഡെൻഡ്രോബിയം എന്നും ഫലനോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ പോലും ചേച്ചിയുടെ കൂടെ നടന്നുള്ള ഗുണങ്ങളാണ്. അപ്പം ഈ പ്രാവശ്യം മോനുണ്ടായിരുന്നു. മോൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് ഈ ഗാർഡനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഈ പ്ലേ ഏരിയ കൊണ്ടുപോകണേക്കാളും ഇങ്ങനെ ഗാർഡനിൽ കൊണ്ടുപോകുന്നതാണ് താല്പര്യം. എൻ്റെ കൂടെ നടന്ന് ആണ്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ചേച്ചി നടന്ന് പ്ലാന്റ്സൊക്കെ നോക്കണം. കൂടെ വാലായിട്ട് എൻ്റെ മോൻ പോകുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം കൂടുതലും മൊട്ടുകളുള്ള പ്ലാന്റ്സ് ആയിരുന്നു. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴേ അവിടെയുള്ള എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങത്തുള്ളൂ. അവിടെ ഒരു ഇതേപോലെ 2-3 ഏരിയകളുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഫ്ലവർ ആവാറായ വലിയ പ്ലാന്റ്സ് നിരത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഒക്കെ ആകുമ്പോഴേ എല്ലാം പൂത്ത് തുടങ്ങുള്ളൂ പറഞ്ഞത്. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പം തന്നെ ഈ പ്രാവശ്യം ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് കുറവായിരുന്നു. കൂടുതലും മൊട്ടുകൾ വന്നു തുടങ്ങി. നമ്മൾ പൂ കണ്ടിട്ടല്ലേ, ഫ്ലവർ കണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ചേച്ചിയുടെ ഐഡിയ ഒക്കെ വെച്ച് എടുക്കുന്നു. ഞാനും എൻ്റെ പുത്രനും ചുറ്റുപാട് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഫലനോസിസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് നമ്മളിതിപ്പം ഡെൻഡ്രോബിയത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സെക്ഷനാണ്. അകത്തോട്ടൊക്കെ ഇങ്ങനെ ഓരോ കൂടാരം പോലെ ചെയ്ത് ഒരു 4-5 സെക്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇതെല്ലാം ചെറിയ പ്ലാന്റ്സാണ്, ഫ്ലവറിങ് സ്റ്റേജിലല്ല, സീഡ്ലിംഗ് പോലെ കുഞ്ഞ് പ്ലാന്റ്സാണ് ഇവിടെ. ഈ പ്രാവശ്യം പ്ലാന്റ്സൊക്കെ കുറവാണ്. കൂടുതലും ഫ്ലവറിങ് ആവാത്ത ഇതാണ് കൂടുതലും ഉള്ളത്. നമ്മൾ ഫലനോസിസ് ആയാലും 2 സെക്ഷൻസ് കംപ്ലീറ്റ് ഇങ്ങനെ ഫ്ലവർ ആവാത്ത, അപ്പോൾ ഒരു സെക്ഷനിൽ കുറച്ച് ഫ്ലവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 10-25 പ്ലാന്റ് നമ്മൾ ആൾക്കാർ എടുത്തോളൂ. നമ്മുടെ മൊക്കാറ വാൻഡ വെറൈറ്റീസാണിത്. കുറച്ചേ ഉള്ളൂ, ഒന്നിനും ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 2-3 എടുത്തോളൂ. അപ്പോൾ ഈ ടേബിളിൻ്റെ പുറത്തിരിക്കുന്നതാണ് നമ്മുടെ ലത ചേച്ചി ഷോപ്പ് ചെയ്തത്. ഈ പ്രാവശ്യം ഒത്തിരി പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് പ്ലാന്റൊക്കെ ഞാൻ അടിച്ചുകൊണ്ട് പോകും. പിന്നെ ചുറ്റുപാടൊക്കെ നല്ല രസമാണ് കേട്ടോ. മലയൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ്. അപ്പം പ്രാവശ്യം ഒരുപാട് പ്ലാന്റ്സ് എടുത്തു. പിന്നെ എൻ്റെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഗാർഡൻ വിശേഷവും ഷോപ്പിങ്ങും ഒക്കെ പോകുന്നതൊക്കെ ഇനി ഇടുന്നതാണ്. കാരണം ലത ചേച്ചി പോകുമ്പോൾ ഞാനും പോകും. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. അതുവരെ ബൈ.